ഓൾവേസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റാണ് ഈ അജ്രക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള സെറ്റ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീമിയം സെറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയും ബ്യൂട്ടിഫുൾ ദുപ്പട്ടയായിട്ട് വന്നിട്ടുള്ള സെറ്റ്സാണ് ഇത്തവണ കാണിക്കുന്നത്. കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ബൈയിൽ വന്നിട്ടുണ്ട്. 1195 റേഞ്ചിലാണ് വരുന്നത്. ഇത്രയും പ്രിൻറ്റുകളാണ് ഇത് വന്നേക്കുന്നത്. അതിന് ഞാൻ റാൻഡം പിക്ക് ചെയ്തിട്ടായിരിക്കും ഓപ്പൺ ചെയ്ത് കാണിക്കുക. ബാക്കി നമുക്ക് ഫോട്ടോസ് ഞാൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. അടിപൊളി കളക്ഷനാണ്. കോട്ടൺ പ്യുവർ കോട്ടണിൽ ഇതുപോലെ അജ്രക് പ്രിൻ്റ് തന്നെ ഇത്തവണ സാധാരണ ഡൾ ഫിനിഷിലാണ് വരുന്നത്. ഇത് കുറച്ച് നല്ല കളർഫുൾ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു പ്രിൻ്റ് ഉണ്ട്, പിന്നെ ഇത് ഇങ്ങനത്തെ പ്രിൻറ്റ്, ഇതുപോലെ മാംഗോ ഡിസൈൻ, പിന്നെ ഇങ്ങനത്തെ പ്രിൻറ്റ്, അങ്ങനത്തെ കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റോക്കല്ല ഇത്, എപ്പോഴും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ സിംഗിൾ പീസസ് ഒക്കെ ആയിട്ടായിരുന്നു വന്നിട്ട് ഞാൻ എല്ലാം എന്നിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യായിരുന്നു. അതുപോലെ ഇതിനെ ഞാൻ കുറച്ച് റാൻഡം പിക്ക് ചെയ്തിട്ട് കാണിക്കാം. ബ്യൂട്ടിഫുള്ളാണ്. വേഗം തന്നെ ഇഷ്ടപ്പെടുന്നവർ പർച്ചേസ് ചെയ്യുക. സൈറ്റ് പർച്ചേസ് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് ഡേറ്റ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും. ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ വന്നേക്കുന്നത് യെല്ലോയിൽ ഈ ഒരു പ്രിൻറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ദുപ്പട്ടയാണ് ഞാൻ വെയർ ചെയ്തിരുന്നത്. കോട്ടൺ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട 1195 റേറ്റ്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസ്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സ്ട്രൈപ്സ് പാറ്റേൺ ഇതുപോലെ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ് കേട്ടോ. രണ്ടും ഒരേപോലെ തന്നെയാണ് ഫാബ്രിക് വെച്ചേക്കുന്നത്. ഡബിൾ ടോപ്പ് ചെയ്താലും നിങ്ങൾക്ക് കോമൺ ബോട്ടം യൂസ് ചെയ്താൽ മതി. യെല്ലോയ്ക്ക് നല്ല മെറൂണൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ബോട്ടം. ഇനി വരുന്നത് ഇതുപോലെ. ഇതിനകത്ത് എല്ലാ ഡിസൈനിൽ നിന്നും ഞാൻ 2-3 വെച്ചിട്ടാണ് പിക്ക് ചെയ്തേക്കുന്നത്. ബാക്കി നമുക്ക് ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ദുപ്പട്ട ഇതുപോലെ കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് കേട്ടോ ഫാബ്രിക് വന്നേക്കുന്നത്. ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. അതിൻ്റെ എൻ പോർഷനൊക്കെ കണ്ടോ, മെറൂണും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ദുപ്പട്ട ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ബ്ലൂ, നല്ല ഇൻഡിഗോ. ഇത് കുഞ്ഞ് ഡിസൈൻ, ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടെ മാച്ചായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ. ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് ചേർന്നിരിക്കുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സിഗ്സാഗ് പാറ്റേണിലാണ് ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സിഗ്സാഗ് പാറ്റേൺ തന്നെ ഇതുപോലെ. ഇത് നിങ്ങൾക്ക് ടോപ്പ് ചെയ്താലും നല്ലത്. കാരണം ഈ ഒരു ഫാബ്രിക്ക് ഭയങ്കര സുഖം ഇടാനായിട്ട്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വിത്ത് ലൈനിങ് ഇട്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നോക്കി ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ബ്യൂട്ടിഫുൾ അല്ലേ. ആ ദുപ്പട്ട നല്ല രസമാണ് കാണാൻ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിരുന്നായിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഇനിയും കിട്ടാനുണ്ടെന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കിട്ടിയപ്പോൾ വേഗം എടുത്ത്. കാരണം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റാണ്. ഈ ഒരു ക്ലൈമറ്റിനും ബെസ്റ്റായിട്ടാണ്. നല്ല ലെങ്ത്തും വിടുത്തുകൊണ്ട് എല്ലാ ഏജുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റുമാണ്. അതിന് എന്തെങ്കിലും പാറ്റേണൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. വീനക്കോ സിംപ്ലി ഒരു വീനക്ക് കുർത്തിയായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഒരു കോളനൊക്കെ ചെയ്യാം. വൈഡ് റൗണ്ട് ചെയ്താലും നല്ലത്. എങ്ങനെ ചെയ്താലും ഇതിന് ഭംഗിയാണ്. കണ്ടോ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഷോപ്പിൽ കോട്ടൺ കളക്ഷൻസ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. വരാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റും വിസിറ്റ് ചെയ്യാം കേട്ടോ. മാംഗോ ഡിസൈനാണ്, ബ്ലൂവിൽ ഗ്രീൻ കോംബോ. ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ. ഇതും കൂടി ടോപ്പ് ചെയ്യാം കേട്ടോ. കോമൺ ബോട്ടം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രിൻറ്റ്, ഇതൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇനി സ്ട്രെയിറ്റ് കട്ട് ചുരിദാറായിട്ട് തയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആലിയ കട്ട് ഫ്രോക്ക് പോലെയൊക്കെ തയ്ക്കാം. രണ്ടും സെയിം ഫാബ്രിക് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ എന്തെങ്കിലും ഡ്രസ്സസൊക്കെ ആണെങ്കിലും തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദുപ്പട്ട നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാണ്. വേറെ സെറ്റ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം. മറൂൺ സെറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ ഇടാം, വൈറ്റിൻ്റെ കൂടെ ഇടാം. അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയും. അപ്പോൾ ഇത് എന്തായാലും വേർത്താണ്. എടുത്തു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ചെയ്യാവുന്ന സെറ്റാണ്. ദുപ്പട്ട ഇതുപോലെ ആൻഡ് ബോട്ടം ഇങ്ങനെ വരും. നെക്സ്റ്റ് വൺ നല്ല രസമുള്ള യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ. ഭയങ്കര രസമായിരിക്കും. ഇത് ഫോട്ടോസിലൊക്കെ നല്ല ഭംഗി. നിങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് തയ്ച്ച് വെച്ചാൽ മതി. സിംപ്ലി ഒരു എയർലൈൻ ടോപ്പ് തയ്ച്ചാൽ പോലും ഭംഗിയാണ് കേട്ടോ. ഫ്ലെയർ ഇട്ട് തയ്ച്ചാലും നല്ലതാണ്. നിങ്ങൾക്ക് യാത്രയ്ക്കൊക്കെ നല്ലതായിരിക്കും. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ടുള്ള ഫാബ്രിക്കുമാണ്. പ്യുവർ കോട്ടൺ അല്ലേ. സിമ്പിളൊരു നെക്ക്. ഇതൊക്കെ ഫോട്ടോസിലും നല്ല രസമായിരിക്കും. ഈ പ്രിൻറ്റുകൾ ഭയങ്കര ഭംഗിയായിരിക്കും.
ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാവേ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോർ വരുന്നത് ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ LSN ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.